വർഷങ്ങളായുള്ള താന്തോന്നിത്തുരുത്ത് നിവാസികളുടെ ഒരു ആവശ്യമാണ് ഈ വേലിയേറ്റ സമയത്ത് അവരുടെ വീടുകളിലോട്ട് വെള്ളം വരുന്നതിനൊരു പരിഹാരമായി ഒരു ഔട്ടർ ബണ്ട് സ്ഥാപിക്കണമെന്നൊരു ആവശ്യം ഇവർ വർഷങ്ങളായി ഉന്നയിച്ചു വരുന്നതാണ്. അതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ ജിഡ ഓഫീസിന് മുന്നിൽ ഒരു സമരം നടത്തുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 3 ദിവസത്തോളമായി ഇവരുടെ രാവിലെ വീടുകളിലോട്ട് വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ വേലിയേറ്റ സമയമായതിനാൽ. അപ്പോൾ ഈ വെള്ളം കയറി ഇവർക്ക് വീടുകളിൽ ഒന്നും താമസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം, കുട്ടികളടക്കമുള്ളവർക്കും വിദ്യാർത്ഥികൾക്കെല്ലാം സ്കൂളിൽ പോകുന്നതിനെല്ലാം ഒരു അസൗകര്യം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ ഈ ഒരു സമരം നടത്തുന്നത്. ഇന്ന് രാവിലെ പുലർച്ചെ 3 മണിയോടുകൂടി ഇവരെല്ലാം കുടുംബം വിട്ട് ഈ ജിഡ ഓഫീസിന്റെ കൊച്ചിയിലുള്ള ഗോശ്രീ ഐലൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫീസിന് മുന്നിൽ എത്തി ഈ ഒരു സമരം ആരംഭിക്കുകയാണ്. കഴിഞ്ഞ മാസം ഒരു ചർച്ച നടത്തിയപ്പോൾ ഈ കളക്ടറും അതുപോലെ CRZ അംഗങ്ങളും അതുപോലെ ജിഡ അധികാരികളും എത്തി ഇത്തരത്തിൽ ഇവർക്കൊരു ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാവും, നവംബർ 30-നകം ഒരു ഈ ബണ്ട് ഔട്ടർ ബണ്ട് നിർമ്മിക്കാനുള്ള ഒരു സാഹചര്യം തുടങ്ങുമെന്ന് പറഞ്ഞു. എന്നാൽ അതിനുശേഷം ഈ യാതൊരുവിധ പുരോഗമനവും അല്ലെങ്കിൽ അതിൽ മുന്നോട്ട് പോവാത്ത ഒരു സാഹചര്യം വന്നതോടുകൂടിയാണ് ഇപ്പോൾ ഈ ആളുകൾ സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. 12 കൊല്ലം ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ഞങ്ങളെ പറ്റിക്കണേണ് പറഞ്ഞു സത്യം പറഞ്ഞാല്. വീട്ടില് വെള്ളം കയറുമ്പോ ആർക്കും പോകാൻ പറ്റില്ല, പഠിക്കാനൊന്നും പോകാൻ പറ്റില്ല. പിള്ളേർക്ക് ഏറ്റവും താഴ്ന്ന വീടുകളിലൊക്കെ വെള്ളം കയറുക, ബുക്കുകളൊക്കെ നനഞ്ഞൊക്കെ പോകും. പിന്നെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാനൊക്കെ ഒന്നും പറ്റൂല. അപ്പൊ പിള്ളേര് പോകൂല പഠിക്കാനായിട്ട്. 2012 പാസ്സായതാണ്. അത് പാസ്സാക്കിയത് പൈസ വെച്ച് അത് ഔട്ടർ ബണ്ട് ശരിയാക്കി തന്നെ വരെ ഇവിടെ സമരം ചെയ്യും. CRZ വൈകിപ്പിക്കുന്നത് ഇതിന്റെ ഇടയിൽ വന്നങ്ങനെ തടസ്സം, അവരുടെ അനുമതി കിട്ടാത്തതാണ്. എന്തുകൊണ്ടാണ് ഈ സാധാരണക്കാരുടെ ഒരു സ്ഥലത്തൊരു വികസനം വരുമ്പോ CRZ പ്രശ്നം വരാം? ഇവിടെ വൻകിട മുതലാളിമാര് വന്ന് ഇവിടെ ഓരോ ദ്വീപുകളും വിലക്ക് മേടിക്കുമ്പോ അവിടെ അനുവാദം ഒന്നും വേണ്ട. ഇനിയും ഞങ്ങൾ അങ്ങോട്ട് പോണില്ല. അവിടെ വർക്ക് തുടങ്ങിയാൽ മാത്രമേ ഞങ്ങൾ ഇവിടെ നിന്ന് പോകണുള്ളൂ. 1-2 ദിവസമൊക്കെ ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ കയ്യിലുള്ള പൈസ കൊടുത്ത് ഞങ്ങൾ ഭക്ഷണം കഴിക്കും. കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ പട്ടിണി കിടക്കും. പരിഹരിക്കുന്നതിന് വേണ്ടി CRZ ആവശ്യപ്പെട്ട രേഖകളെല്ലാം കൊടുത്തു. പക്ഷെ അവര് എൻവയറമെന്റൽ എഞ്ചിനീയർമാർ ഇത് സാറ്റിസ്ഫൈഡ് ആവുന്നില്ല. നവംബർ മാസം 30-ാം തീയതിക്കുള്ളിൽ ഇതിന്റെ CRZ കമ്മിറ്റി കൂടി അതിനൊരു അംഗീകാരം വാങ്ങിക്കാനുള്ള ശ്രമം നടത്താമെന്നാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ ആ മീറ്റിംഗ് കൂടിയിട്ടും പഴയ പല്ലവി തന്നെയാണ് വീണ്ടും അവർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നും സുജോയ് എഡ്വേർഡിനൊപ്പം വിഷ്ണു പ്രകാശ്, മാതൃഭൂമി ന്യൂസ്.